Hello, welcome to market discussion of the day. Today, January 16, 2025, Thursday ആണ്. സോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യമേ ഇന്ന് ഒരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ CPI ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്കായിരുന്നു നമ്മുടെ CPIയുടെ ന്യൂസ് വന്നിട്ടുണ്ടായത് അല്ലേ. അപ്പം CPI വന്നിട്ട് പോസിറ്റീവായിട്ടാണ്, ഫോർകാസ്റ്റിനെക്കാട്ടിലും പ്രീവിയസിനെക്കാട്ടിലും 0.1% കൂടുതലായിട്ടാണ് നമുക്ക് CPI ആക്ച്വലി ന്യൂസ് വന്നത്. ഓക്കെ, സോ അത് എങ്ങനെയാവും എക്കണോമിക്സ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ വെറുതെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഞാനിപ്പം ഇവിടുത്തെ സമയം UK ടൈമിംഗ് 9 മണിയാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ ടൈമിംഗ് 3:30 മണി, അതായത് ഏഷ്യ ക്ലോസ് ആയ സമയത്ത് ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഇവിടുത്തെ 1:30 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിംഗ് 6:30-7 മണിയാകുമ്പോൾ നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. ഓക്കെ, സോ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നിട്ട് ഫോർകാസ്റ്റ് -0.2% ആയിരുന്നു, പ്രീവിയസ് 0.5% ആയിരുന്നു. ആക്ച്വൽ വന്നിട്ട് 0.7% വരും എന്നുള്ളതാണ് കണക്ക് കൂട്ടലുകൾ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള, ഇനി നമുക്ക് ട്രേഡ് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം എന്താ പറയുക, നമ്മൾ നമ്മൾ മെയിനായിട്ടുള്ള പെയേഴ്സ് എല്ലാം നോക്കുമ്പോൾ എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുന്നത് പോലെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം USD JPY അതിൻ്റെ ആ ഒരു റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തതായിട്ടൊരു ഒരു ചെറിയൊരു സിഗ്നൽ കാണിക്കുകയാണ്. 156 to 158 പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു പെയർ ഇപ്പം 156 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ആക്ച്വലി താഴോട്ട് 152 എന്നുള്ളൊരു കൺസേൺ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏഷ്യ ഓപ്പണിംഗ് സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് അത്യാവശ്യം നല്ലൊരു ഒരു വോളിയമൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 155.55 ഓക്കെ, പക്ഷേ നമ്മൾ യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ക്യാൻഡിലാണ് അത് മാർക്കറ്റ് ഓപ്പൺ ആയത് 156 ചേഞ്ചിലാണ്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മുടെ ഏഷ്യ ക്ലോസ് ആയ സമയത്ത് 155.89, അതായത് 156 മുകളിൽ യൂറോപ്പ് ഓപ്പണായി, പക്ഷേ ഏഷ്യ ക്ലോസ് ആയപ്പം വീണ്ടും 156 താഴെയായിട്ട് കടന്നു. അപ്പം എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ JPYയിൽ തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് പറയുന്നത്. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇന്ന് വരാൻ പോകുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയിലും എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഇനി ഒരു 4 മണിക്കൂറിനുള്ളിൽ വെച്ച് റീറ്റെയിൽ സെയിൽസ് വരുന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു കമൻറ്റും ഇല്ല. വേണമെങ്കിൽ റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ 1.0291 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഒരു ലോവർ പോയിൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് വേണമെങ്കിൽ ഒരു ലോങ്ങർ ടേമിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ക്യാപിറ്റലും എടുത്ത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാപിറ്റലുണ്ടോ അതിൻ്റെ ഇപ്പോൾ ഒരു ലോട്ടിലാണ് നിങ്ങൾ നോർമലി ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 0.3 ലോട്ടൊക്കെ നമുക്ക് മേടിച്ചിടാം യൂറോയിൽ എന്നേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട എന്നുള്ള ഉണ്ടായതുകൊണ്ട്. അതേപോലെ തന്നെ GBPയിൽ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുകയാണ്. എല്ലാ ക്യാൻഡിൽസും 1.2200 മുകളിലായിട്ട് പോയി. പക്ഷേ മെനഞ്ഞാന്നത്തെ, അതായത് ട്യൂസ്ഡേയിലും 1.2200 മുകളിലായിട്ടായിരുന്നു എല്ലാ ക്യാൻഡിലും, ഈവൻ ഏഷ്യ ക്ലോസിങ് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ചൊവ്വാഴ്ച കണ്ടത്. അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ ആണോ എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മാർക്കറ്റ് വീണ്ടും 1.2200 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി എന്നുള്ളൊരു ഒരു ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ എന്നാലും അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ GBPയിലും ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും 1.2100 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നല്ലൊരു ബൈ പോയിൻ്റാണ്, നല്ലൊരു ഏറ്റവും താഴെ ഒരു ലോവർ പോയിൻ്റ് ആയത് വെച്ച് 2 വർഷത്തെ ലോ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം GBPയിൽ. ഓക്കെ, സോ യൂറോയിൽ ഞാൻ പറയുന്ന 1.0100 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം. ഒരു ലോവർ പോയിന്റിൽ കിട്ടുക എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ ടെക്നിക്കൽ സൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല.
റിസ്ക് എടുക്കേണ്ടുള്ള ആൾക്കാർക്ക് മാത്രം, ലോങ്ങർ ടൈമിലോട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം സജസ്റ്റ് ചെയ്യാനായിട്ടില്ല. കാരണം 2698 നിൽക്കുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ പീസ് സ്റ്റോക്ക് ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താണ്, നമ്മുടെ ഹമാസ് ഇസ്രയേൽ വാറിൻ്റെ ഒരു പീസ് സ്റ്റോക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് അതൊരു സീസ് ഫയറിലോട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട്. ഓക്കെ, പക്ഷേ അത് ഇപ്പോൾ ആ സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പഴയ US പ്രസിഡൻറ്റ് ആണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് എന്നുള്ളൊരു ആൾക്കാർ അങ്ങനെ ചിന്തിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടിട്ട് മിക്കവാറും അത് ഡൊണാൾഡ് ട്രംപ് 20-ാം തീയതിക്ക് ശേഷം അധികാരത്തിനേറ്റതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു റിപ്പോർട്ട് വെളിയിലോട്ട് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എനിക്കൊരു ബൈ ചെയ്യാൻ പേടിയാണ്. ബൈ ചെയ്യാനായിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ ഞാൻ ചെയ്യുന്നില്ല. കാരണം സീസ് ഫയർ എന്ന് പറയുന്നൊരു ന്യൂസ് വന്നാൽ ഇന്ന് വരും നല്ല, ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. ഓക്കെ, നേരെ മറിച്ച് മാർക്കറ്റ് പക്ഷേ അപ്പ് ട്രെൻഡിലുമാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് എനിക്ക് ഒരു കാരണവശാലും സെല്ല് ചെയ്യാനും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പം ഇന്ന് ഞാൻ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, പക്ഷേ 2670 2730 നമുക്ക് മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ 2730 മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യാം. 2738 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധം, മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു ഷുവർ ഷോട്ട് സെല്ലും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒറ്റ കാര്യം ഞാൻ മിസ്സാക്കി. ഞാൻ JPYയിലോട്ട് വരുമ്പം നമുക്ക് 152 അവിടെ കിട്ടുകയാണെങ്കിൽ, JPY നമുക്ക് 152 അവിടെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് വേണമെങ്കിലും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഗോൾഡിൽ 2730 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാം. വേറെ ഒരു ഓപ്ഷനും ഞാൻ പറയുന്നില്ല. കാരണം തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് ആക്ച്വലി യഥാർത്ഥത്തിൽ പ്രസിഡൻറ്റ് സ്ഥാനത്തിലോട്ട് ഏൽക്കുന്നത്, ഒഫീഷ്യലി ആവുന്നത്. ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ ബേസിക്കലി ഒരു ഷോമാൻ ആയതുകൊണ്ടിട്ട് തന്നെ എന്ത് വേണമെങ്കിലും പറയാം. അത് മാർക്കറ്റിനെ ചുമ്മാ കണ്ണുടച്ച് വന്ന് വെറുതെ അങ്ങ് മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള റിസ്ക് എടുക്കാതിരിക്കുക, ഒരു കാരണവശാലും ഒരു രീതിയിലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ബെറ്റർ കാര്യം ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മാർക്കറ്റ് പുതിയ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.